കോഴിക്കോട് കട്ടിപ്പാറയിൽ ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ജീവനൊടുക്കിയ അധ്യാപിക അലീന ബെന്നിയുടെ നിയമനത്തിന് സർക്കാരിന്റെ അംഗീകാരമില്ല. അലീന ബെന്നിയുടെ നിയമന ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിട്ടില്ലെന്ന റിപ്പോർട്ട് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. നിയമന നടപടി ഉത്തരവിലെ റിപ്പോർട്ട് AEO സർക്കാരിന് കൈമാറി. നിയമനത്തിനായി പണം വാങ്ങിയെന്ന ആരോപണം താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് നിഷേധിച്ചു. അധ്യാപികയുടെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലെ 2 സ്കൂളിലാണ് അലീന ജോലി ചെയ്തിരുന്നത്. കട്ടിപ്പാറയിലെ സ്കൂളിൽ 5 വർഷം ജോലി ചെയ്ത അലീന കഴിഞ്ഞ 1 വർഷമായി കോടഞ്ചേരിയിലാണ് ജോലി ചെയ്യുന്നത്. അലീനയ്ക്ക് ജോലി സ്ഥിരപ്പെടുകയോ ശമ്പളം ലഭിക്കുകയോ ചെയ്തിരുന്നില്ല. ഇതിന്റെ മനോവിഷമത്തിലാണ് ജീവൻ ഒടുക്കിയതെന്ന് കുടുംബം പറയുന്നു. ദീർഘകാല അവധിയിലായിരുന്ന അധ്യാപികയുടെ ഒഴിവിലായിരുന്നു അലീനയുടെ ആദ്യ നിയമനം. അവധിയിൽ പോയ അധ്യാപിക തിരികെ ജോലിയിൽ പ്രവേശിച്ചതിനാൽ അലീനയ്ക്ക് തസ്തിക ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അധ്യാപികയും പിതാവും ആവശ്യപ്പെട്ടതനുസരിച്ച് 1 വർഷം മുൻപ് കോടഞ്ചേരി LP സ്കൂളിലെ സ്ഥിരം തസ്തികയിലേക്ക് നിയമനം മാറ്റി നൽകി. എന്നാൽ ഈ തസ്തിക സ്ഥിരമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നീളുകയായിരുന്നു. അലീനയുടെ നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. കോടഞ്ചേരി സ്കൂളിൽ അലീനയെ മാനേജ്മെന്റ് നിയമിച്ചത് മറ്റൊരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയ ഒഴിവിലായിരുന്നു. മാനേജ്മെന്റ് കൃത്യമായ രേഖകൾ സമർപ്പിക്കാത്തതിനാൽ നിയമന ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് മടക്കി. അപാകത പരിഹരിച്ച് ജനുവരിയിൽ വീണ്ടും സമർപ്പിച്ചു. ഈ അപേക്ഷ പരിഗണനയിലിരിക്കെയാണ് അലീന ജീവനൊടുക്കിയത്. അലീനയ്ക്ക് നൽകിയത് സ്ഥിര നിയമനമാണെന്നും ഇതിനായി സംഭാവന സ്വീകരിച്ചിട്ടില്ലെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം. 13 ലക്ഷം രൂപ നിയമനത്തിനായി കോഴ നൽകിയിരുന്നുവെന്ന് കുടുംബം അറിയിച്ചു. അധ്യാപികയുടെ നിയമനം വൈകിപ്പിച്ചത് വിദ്യാഭ്യാസ വകുപ്പാണെന്നും അന്വേഷണം വേണമെന്നും കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡും KSPTA യും ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.